ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. തത്വമസി മഹാവാക്യ വിചാരത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. രണ്ടു പേർക്ക് ഒരേ സംശയങ്ങൾ, വിശദീകരണങ്ങൾ ആണ്. രണ്ടും നമ്മുടെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് രണ്ടുപേരുടെ ഏകദേശം അവരുടെ ഒരു നിരീക്ഷണവും അഭിപ്രായവുമാണ്. ഒരാൾക്കതിൽ നമ്മുടെ ധർമ്മശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഉത്തരം എന്താണ് എന്നാണെങ്കിൽ, ഈ സ്വർണം, ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നവരെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഇതൊക്കെ നൽകുന്നവരും കുറ്റക്കാരല്ലേ എന്നാണ്. ഇതിങ്ങനെ കൊടുത്തിട്ടാണല്ലോ ഇതിങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് എന്നാണ്. ഏതായാലും ഇതല്ലാതെയും ഓരോരുത്തരും 1 രൂപ പോലെ കൊണ്ട് കൊടുക്കുന്നതും ഉണ്ടല്ലോ. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വില കൂടിയ സാധനങ്ങൾ, സ്വർണം, വജ്രം മുതലായിട്ടുള്ള രത്നങ്ങൾ, രത്നമാല, ഇതൊക്കെ ഇങ്ങനെ മോഷണം പോകുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, കുറേ ആയി ഇത് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഗുരുവായൂരിലെ സ്വർണത്തിൻ്റെ ഉരുളി, ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു എവിടെ എത്തിയിട്ടില്ലല്ലോ ആ അന്വേഷണം. പുറത്ത് നിന്ന് വന്ന് ഒരു കള്ളൻ വാതിൽ കുത്തി തുറന്ന് എടുത്തു കൊണ്ടുപോയതല്ല, അവിടെ ഉള്ളവരെടുത്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇത് കൊടുത്ത ആളാണോ കുറ്റക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും കൊടുക്കുന്നതിനൊരു ശാസ്ത്രമുണ്ട്, നമ്മൾ പറയാം. പക്ഷേ ഇതൊന്നും ഈ ഈശ്വരൻ്റെ കണക്കിൽ, ഇപ്പോൾ ഒരാളുടെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ, അവിടെ അയ്യപ്പൻ ഉള്ളതുകൊണ്ടാണ് ഈ പോറ്റിയെ പോലീസ് പിടിച്ചത് എന്നാണ്. പക്ഷേ അവിടെ അയ്യപ്പൻ ഇല്ല. ഒരാൾ വിശ്വസിക്കുന്നു അവിടെ അയ്യപ്പൻ ഉണ്ട്, അതുകൊണ്ട് പോറ്റി പിടിക്കപ്പെട്ടു എന്ന്. പക്ഷേ ഇതെടുത്ത പോറ്റിക്ക് നല്ല ബോധ്യമുണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല എന്ന്. ഇത് നല്ല ബോധ്യമുള്ളവരായി മോഷണം നടത്തുക. കാരണം അല്ലെങ്കിൽ അവരൊരിക്കലും മോഷ്ടിക്കില്ല. അവിടുന്ന് അയ്യപ്പൻ്റെ കുതിരയെ തന്നെ കാണാനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പലതും പലയിടത്തും. ഏതായാലും ഇവിടെ വേദം അനുശാസിക്കുന്നത്, കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അതിനൊക്കെ ധർമ്മശാസ്ത്രം പറയും, ശ്രദ്ധയാദേയം, ഭിയാദേയം, സംവിദാദേയം. നമ്മൾ കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം എന്നാണ്. അപ്പോൾ ആ ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് കൊടുക്കുന്നതും അവിടെയാണ് ദേശേ കാലേച്ച പാത്രേ. ദേശം, കാലം, പാത്രം. ഏത് ദേശത്താണ് നമ്മൾ കൊടുക്കുന്നത്, ഏത് കാലത്താണ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്, അതാണ് പാത്രം അറിഞ്ഞു കൊടുക്കുക എന്ന് പറയാം. അത് ആവശ്യക്കാരനാണോ എന്നുള്ളത്. അപ്പോൾ ഗീതയിൽ പറയും, ഈ ദേശവും കാലവും പാത്രവും ഒന്നും നോക്കാതെ ഈ സാത്വികമായി കൊടുക്കുന്നതിൻ്റെയും രാജസികമായി കൊടുക്കുന്നതിൻ്റെയും താമസികമായി കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും എല്ലാം ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായമാണ്, 17-ാം അധ്യായം. അതിൽ ഈ കൊടുക്കൽ വാങ്ങൽ ഇതിനെക്കുറിച്ചൊക്കെ പറയും. അപ്പം ചിലർ ചെയ്യുന്നത് എന്താണ്, അവരെന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ ഭയങ്കരമായിട്ട്, പത്രമാധ്യമങ്ങളൊക്കെ ഇന്നയാൾ കിരീടം കൊടുത്തു, ഇന്നയാൾ ഇന്നത് കൊടുത്തു എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ആദ്യം കേൾക്കാൻ സ്വർണം കൊടുത്തു എന്ന്, പിന്നെ കേൾക്കാൻ സ്വർണ്ണമല്ല അത് ചെമ്പായിരുന്നു എന്ന്. ഇങ്ങനെ എന്തായാലും ഇതെങ്ങനെയാണ് ഈ കൊടുക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ കൊടുക്കുന്നവർ എന്തിനു വേണ്ടി കൊടുക്കണോ, എങ്ങനെയൊക്കെയുള്ള കൊടുക്കലുണ്ട്. ഒരു കൊടുക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫലാകാംക്ഷിഭിർ യജ്ഞ വിധി ദൃഷ്ടോന്ന യുജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സാത്വികം.
സാത്വികമായ നൽകലുണ്ട്. അവിടെ എന്താണ്? അഫലകാംക്ഷിഭി, ഒരു തരത്തിലുള്ള ഫലത്തെയും കാക്ഷിക്കാത്ത, യാതൊരു തരത്തിലുള്ള ഫലകാംക്ഷയില്ല. ഇപ്പോൾ ശബരിമലയെ, അല്ലെങ്കിൽ ശബരിമല, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിലുള്ള പല വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, പുതിയ പുതിയ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഭഗവാൻ അവരുടെ ഒരു പാർട്ട്ണറാണ്, അവരുടെ ഒരു വിശ്വാസമാണ്. അയ്യപ്പൻ ഒരു പാർട്ട്ണറാണ്. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അയ്യപ്പനുള്ളതാണ്. അങ്ങനെ അവർ കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തിലും ഇവിടെയൊക്കെ കെട്ടുകെട്ടായിട്ട് അവരിടും. അതിങ്ങനെ എടുത്തുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, ഇതറിഞ്ഞ് പറ്റിക്കുന്നവരുണ്ട് ഇവരെ. പക്ഷെ അവരെ സംബന്ധിച്ച് അവരത് കൊടുക്കുന്നു. ഈ അയ്യപ്പന് കൊടുക്കൽ അവർക്ക് കുറച്ചുകൂടെ, അയ്യപ്പനെയോ ആരെയാണോ അവർ പാർട്ട്ണറാക്കുന്നത്, ആരെയാക്കി കഴിഞ്ഞാലും ഈ നടയിൽ കൊടുക്കൽ മാത്രമാണ് അയ്യപ്പനെ കൊടുക്കൽ എന്ന് ഉള്ള അവരുടെ ധാരണ മാറി ദേശവും കാലവും പാത്രവും നോക്കി നൽകുന്ന സമയത്ത് അത് ശരിയായ അയ്യപ്പന് കൊടുക്കലാവും. മറ്റേത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇടം മാത്രമാണ് പല ആളുകളെ സംബന്ധിച്ചും ഈശ്വരൻ്റെ സങ്കേതം, ഈശ്വരന് നൽകുക എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ഇങ്ങനെ ഈ പറഞ്ഞ പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്നവരുണ്ട്. ഗീത പറയുന്നത് എന്താ? അഭിസന്ധായതു ഫലം ദമ്പാർത്ഥമപി ചൈവയത്. ദമ്പാർത്ഥം ഇജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. അതൊക്കെ രജോ ഗുണപ്രധാനമായിട്ടുള്ള നൽകലാണ്, കൊടുക്കലാണ്. എന്താ അവിടെ? ഫലം അഭിസന്ധായ, ഫലത്തെ തന്നെ ആഗ്രഹിച്ചിട്ട്. ഈ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നോക്കും പത്രത്തിൽ ഫോട്ടോ ഉണ്ടോ, വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പത്രക്കാരെയൊക്കെ അറിയിക്കും. എങ്ങനെയാണ് ഇത് പത്രം അറിയുന്നത്? തൻ്റെ തന്നെ ആളുകൾ ഇത് വിളിച്ച് പറയാൻ ആൾക്കാരുണ്ട്. അവർ വന്ന് പറയും, ഇങ്ങനെ സാർ ഇത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ വന്ന് എടുത്തോളാൻ പറയും. അപ്പോൾ അതിൻ്റെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കലും ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ദമ്പാർത്ഥം അപിയേവ, വെറും ദമ്പിൻ്റെ മുകളിൽ അഹങ്കാരത്തിൻ്റെ ഇതിൽ കൊടുക്കുന്ന യത് യുജ്യതേ തം യജ്ഞം രാജസം. എന്താണോ ഇങ്ങനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്, അതെല്ലാം തന്നെ രാജസമാണ്. രാക്ഷസന്മാർക്ക് ആ പ്രകൃതത്തിൻ്റെ കർമ്മങ്ങളാണ്. മറ്റതിൽ മന്ത്രഹീനം ഇത്യാദി ഒന്നുമില്ലാത്തതാണ്. എന്താ? തമോ ഗുണമായിട്ടുള്ളത്. അതിനെ തൽക്കാലം കണക്കിലാക്കണ്ട. അപ്പോൾ ഇത് കൊടുക്കുന്നതും കൾക്കുന്നതും രണ്ടുപേരും കുറ്റക്കാരല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കുറ്റവും ശിക്ഷയും വിധിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ മോഷ്ടിക്കുന്നവർക്ക് എന്താ? അവരുടെ മനോഗത എന്താണ്? ഇത് അയ്യപ്പൻ എനിക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എനിക്ക് തരുന്നതാണ്. ഏത് മൂർത്തിയുടെ അടുത്തു നിന്നാണോ കക്കുന്നത് ആ മൂർത്തി എനിക്ക് തരുന്നതാണ്. എടാ എടുത്തോ, ഇങ്ങനെ എൻ്റെ കയ്യിലുള്ളപ്പോൾ നീ എന്തിനു വിഷമിക്കണം എന്നിങ്ങനെ മൂർത്തി അവനോട് പറഞ്ഞു. അവനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുക്കുന്നു. ഇതാണ് അവരെ സംബന്ധിച്ചുള്ള ന്യായീകരണം. കൊടുക്കുന്നവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ 3 വിധത്തിൽ കൊടുക്കുന്നു. തമോ ഗുണികളുടെ കൊടുക്കൽ, കീറിയ നോട്ടൊക്കെ അമ്പലത്തിൽ കൊടുക്കുമല്ലോ, അതൊക്കെ തമോ ഗുണികളാണ്. എന്നാൽ സാത്വികരായിട്ടുള്ളതോ അവർ ശ്രദ്ധയോടുകൂടി കൊടുക്കുന്നു, മറ്റൊരാൾ അറിയുന്നില്ല അത് ചെയ്യുന്നത്. രജോ ഗുണികളാവട്ടെ നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് പത്രത്തിൽ 4 പേജ് 4 കോളത്തിൽ വാർത്ത വരുത്തി, റീലായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ കൊടുക്കുന്നവർ. അപ്പം എന്തായാലും ഈ കൊടുക്കുന്നവർ കുറ്റക്കാരും കക്കുന്നവർ കുറ്റക്കാരും ഇതിൽ നമ്മളെ ആരെയും നമുക്ക്
ഈ അയ്യപ്പ പണിക്കരുടെ കവിതയിൽ ചോദിച്ചതുപോലെ വെറും ഒരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, എടോ നീ കോഴിയെ മോഷ്ടിച്ചത് എന്താ? അപ്പോൾ കോഴിയെ മോഷ്ടിച്ചിരുന്നെങ്കിൽ അത് വിശപ്പടക്കാനുള്ളതാണ്, എനിക്ക് വിശന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നീ അപ്പുറത്തുനിന്ന് ഈ വസ്ത്രം മോഷ്ടിച്ചതോ? വസ്ത്രം മോഷ്ടിച്ചാൽ അത് നാണം മറയ്ക്കാനാണ്. അപ്പോൾ എന്ത് മോഷ്ടിച്ചോ, ആരാണോ മോഷ്ടിക്കുന്നത് അയാൾക്കൊരു ന്യായീകരണമുണ്ട്. അത് അതിമനോഹരമായിട്ടുള്ള കവിതയാണ് അയ്യപ്പ പണിക്കരുടെ കവിത. കള്ളനായ വെറുമൊരു കള്ളനെ നിങ്ങൾ മോഷ്ടാവെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് അത് നല്ല ചോദ്യമാണത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ആളെയും കുറ്റം പറയില്ല, ഇത് എടുത്ത ആളെയും കുറ്റം പറയാൻ നമ്മൾ ആരുമല്ല. ഇത് ഓരോ തരത്തിൽ ഈ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ വേറൊരു കോമഡി എന്താണെന്നറിയോ? ഈ ഭഗവാന്റെ മുതൽ കട്ട ഒരുത്തനെയും വിടൂല എന്നാണ്. ഇതൊക്കെ അജ്ഞാനത്തിൻ്റെ തലത്തിൽ പറയുന്നതാണ്. ശരിയായ ഒരു ജ്ഞാനത്തിൻ്റെ തലത്തിൽ ഭക്തൻ എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഇവിടുത്തെ ഏത് മുതലും എന്താ ആരുടെയാണ്? ഭഗവാന്റേതാണ്. വെറും ക്ഷേത്രത്തിലെ എന്തെങ്കിലും വസ്തുവകകൾ മാത്രമല്ലല്ലോ, ഉരുളിയും ഈ പറഞ്ഞ സ്വർണ്ണപ്പാളിയും മാത്രമാണോ ഭഗവാന്റേത് എന്ന് പറയുന്നത്? ഇതം സർവം ഈശാവാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമ മൂപ്പരാണ്. ആ ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിക്കുക. ഈ ദാനം എന്ന് പറയുന്നത് തന്നെ അതാണ്. നൽകുക, കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? സ്വത്വനിവൃത്തി, പരസ്വത്വാപാദനം, ദാനം. തൻ്റെ ഉടമസ്ഥതയെ, ഓണർഷിപ്പിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കണം. എന്നിട്ടോ പരൻ്റെ ഉടമസ്ഥതയിലേക്ക് ആരായി പരൻ? വിധാതാവ് വിശ്വേശ്വരൻ തന്നെ. ഇതം ന മമ. അതുകൊണ്ടാണ് ഈ മന്ത്രം, ഏത് മന്ത്രവും ഈ അഗ്നിയിൽ ഹോമം ചെയ്യുമ്പം അഗ്നേ സ്വാഹ ഇതം ന മമ, ഇത് എൻ്റേതല്ല. ഈ കൊടുക്കലിൻ്റേതിൻ്റെ പാഠം പഠിപ്പിക്കുന്നതാണ് നമ്മൾ ആചരിക്കുന്ന തിരുവോണം എന്ന് പറയുന്ന മഹാബലിയെ പരീക്ഷിക്കുന്നത് തന്നെ. മഹാബലി പറഞ്ഞതുപോലെയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് വെറും 3 അടി ചോദിച്ചിട്ട് 3 സാമ്രാജ്യങ്ങളെ തരാൻ പ്രാപ്തനായിട്ടുള്ള എന്നോട് ഈ നക്കാപ്പിച്ചയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന്. ഇത് വന്നതാരാ? ഈ അണ്ടഘടകത്തിൻ്റെ മുഴുവൻ ഓണറാണ് വന്നത്. വാസ്തവത്തിൽ മഹാബലി എന്താ പറയേണ്ടത്? മഹാബലി അങ്ങനെ ഈ 3 അടിയൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു കുനിഷ്ടുണ്ടല്ലോ എന്നെങ്കിലും മനസ്സിലാക്കി ശുക്രാചാര്യം പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു തന്ത്രമുണ്ടേ, നിങ്ങൾ ഈ വെറുതെ കയറി ഓരോന്ന് ഇടപെടരുത് എന്ന്. എന്നാലും മൂപ്പരുടെ അഹങ്കാരം കൊണ്ട് മൂപ്പര് പറയുക അല്ല, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് പിന്നെ തികയാതെ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് അത് എനിക്കൊരു കുറച്ചിലാണ്. അതുകൊണ്ട് 3 അടിയല്ല, 3 സാമ്രാജ്യങ്ങളെ തന്നെ ചോദിക്കൂ. വന്ന ആളാണെങ്കിലോ അല്ല, എനിക്ക് 3 രൂപ മതി എന്ന് പറയാം, 3 കോയിൻ മതി, 3 രൂപ മതി, 3 അടി മതി, എനിക്ക് അത്രേ വേണ്ടു. 3 സ്ക്വയർ ഫീറ്റ്. മൂപ്പർക്ക് 3 ഏക്കറും 300 ഏക്കറും 3000 ഹെക്ടറും ഒന്നും വേണ്ട. മൂപ്പര് ഓഫർ ചെയ്യുന്നത് അതാണ്. സത്യത്തിൽ മഹാബലിക്ക് എന്താ പറയേണ്ടത്? ഞാൻ ആരാണ് അങ്ങേക്ക് 3 അടി തരാൻ? 3 അടി അങ്ങ് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു, ശരി, ഞാനത് അങ്ങേക്ക് ഓണർഷിപ്പ് ചെയ്ത് തരാൻ, പോക്കുവരവ് നടത്തി തരാൻ ഞാൻ ആര്? ഞാൻ ഉടമസ്ഥനായിരിക്കണ്ടേ? എൻ്റേത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. ഇതം ന മമ. പിന്നെ ഞാനൊരു രാജാവാണെന്ന് നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ രാജാവ് എന്ന നിലയിൽ അങ്ങേക്ക് 3 അടി അങ്ങ് ചോദിക്കുന്നത് അത് എന്നോടെന്തിനു ചോദിക്കണം? അങ്ങേക്ക് ഇവിടെ എന്ത് അവകാശമുണ്ടോ അത്രയല്ലേ എനിക്കുള്ളൂ. അങ്ങനെ ഒരു കൃത്യമായ മറുപടി പറഞ്ഞിരുന്ന് എങ്കിൽ ഈ വാമനൻ പരീക്ഷയിൽ പാസ്സായേനെ. മറിച്ച് വാമൻ അങ്ങോട്ട് അല്ല, ഈ മഹാബലി
മറിച്ച് മഹാബലി അങ്ങോട്ട് തുടങ്ങി. ഇത് തന്നെയാണ് ഈ നമ്മുടെ ആൾക്കാരുടെയും പ്രശ്നേ. നമ്മൾ ഈ കൊടുക്കുമ്പോൾ കൊടുത്തതിൻ്റെയൊക്കെ കണക്ക് വയ്ക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരു സാധനം മേടിച്ചു തന്നിരുന്നല്ലോ, പേന ചോദിക്കുമ്പോൾ നിനക്ക് ഞാനൊരു പേന മേടിച്ചു തന്നിരുന്നു. എപ്പോൾ? പണ്ട് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ. അതിപ്പോഴും ഉണ്ടോ? അതെവിടെ പോയി? അതങ്ങനെ ഒരു പേനയായിരുന്നല്ലോ. ഇതൊക്കെയാണ് നമ്മൾ എല്ലാറ്റിൻ്റെയും കണക്ക് ചോദിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം കൊടുക്കുക എന്നുള്ളത് ആദ്യം ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇതം ന മമ. പിന്നെ എങ്ങനെ ഞാൻ കൊടുത്തു എന്ന് പറയും? വേണ്ട. എനിക്ക് അത് പലരും ഈ ഒരു ഭാവത്തിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പലരും പറയാറുണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കറിയില്ലല്ലോ നാളെ ആരെടുത്താൽ ഇതൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ പോവും. ഇന്ന് എൻ്റെ കയ്യിലുണ്ട്, നാളെ ഈ സാധനം എൻ്റെ കയ്യിലുണ്ടാവണമെന്നില്ല, ഉറപ്പില്ല, ഒഴുകുന്നു. അപ്പം നമ്മൾ തൽക്കാലം കൊടുത്തവരെയും കുറ്റം പറയണ്ട, എടുത്തവരെയും കുറ്റം പറയണ്ട. ഇവിടെ ചില നീതിന്യായ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എൻ്റേതല്ലാത്തത് എനിക്ക് ഈ പറഞ്ഞതുപോലെ മോഷണം നടത്താനുള്ള അവകാശമുണ്ടോ? വേദാന്തത്തിനപ്പുറത്തേക്ക് ഇത് എൻ്റെ വസ്തുവകകളല്ല തൽക്കാലം. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസവഞ്ചനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും പിന്നെ നമ്മളോട് ചോദിക്കണ്ടല്ലോ. അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. മുതൽ ഇത് ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളൊരു മണലൂറ്റുന്നതും ഭഗവാന്റെ മുതലാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയുണ്ടാക്കി വയ്ക്കുന്നത് മാത്രമല്ല, കാട്ടിൽ നിന്ന് തടി അറുത്ത് കൊണ്ടുപോകുന്നതും ഭഗവാന്റെ മുതൽ തന്നെയാണ്. ക്ഷേത്രപ്പറമ്പിലതായിക്കൊള്ളുന്നില്ല, ഇവിടുന്നാണെങ്കിലും മൂപ്പരാണ് ഇതിൻ്റെ ഉടമ. അതുകൊണ്ടാണ് ത്യക്തേന ഭുഞ്ചീതാഹ എന്ന ഉപനിഷത്ത്. നമ്മൾ അടുത്തത് ഈ ഈശാവാസ്യം മുതൽ എടുക്കണമെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ത്യക്തേന ഭുഞ്ചീതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. എന്താ ത്യജിക്കാനുള്ളത്? ഇതം ന മമ, എൻ്റേതല്ല. അപ്പം ഇത് ഈ കൊടുത്തവർക്കിപ്പോൾ വിഷമം ഉണ്ടാവുകയും ഞാൻ കൊടുത്തിട്ട് അത് കട്ടുകൊണ്ടുപോയല്ലോ എന്ന്. അതിൻ്റെ ആവശ്യമില്ല. കൊടുക്കുമ്പോഴേ അത് തീർത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ ധർമ്മം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദാനത്തിന്, കൊടുക്കുന്നതിന് അതിൻ്റെ സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളോട് കൂടിയിട്ടുള്ള കൊടുക്കലും അതുപോലെ എടുക്കലുമുണ്ട്. ഭഗവത്ഗീത ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ ഇതൊക്കെ പറയുന്നു. വേദം അതിനെ ഇങ്ങനെ അനുശാസിക്കുന്നു. പ്രത്യേകിച്ച് ഉടമസ്ഥതയെ കൈയൊഴിച്ചുകൊണ്ട് കൊടുക്കുക എന്നതാണ് ദാനത്തിൻ്റെ നിർവചനം തന്നെ. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദനം ദാനം. എൻ്റെ ഉടമസ്ഥതയെ പൂർണ്ണമായി തിരസ്കരിച്ച് പരൻ്റെ ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ്. അങ്ങനെ പരൻ്റെ ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിക്കാൻ പോകുന്ന ഒരേ ഒരു ആളെയുള്ളൂ ഇവിടെ, അത് വിശ്വേശ്വരൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രതീകമാണ് ഈ ആൾ എന്ന നിലയിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഈ സ്വർണ്ണപ്പാളിയൊക്കെ അതിലൊക്കെ അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും അത് ഇനിയും കുറച്ച് ആൾക്കാരെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാളി എവിടെയോ പോയി, ഏതായാലും നമുക്ക് നല്ല ഉറപ്പുണ്ട് ഇത് ഏതോ ഒരു വീട്ടിൽ എവിടെയോ ഉണ്ടാവും. വല്ല ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഏതെങ്കിലും ഒരു ധനികൻ അവരാഗ്രഹിക്കുന്നുണ്ടാവും ഇതിങ്ങനെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. ഇവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇതെന്തോ സംഭവങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ചിലരങ്ങനെ മതിമറന്ന്
അതിൽ രമിക്കുന്നു. ഈ പറഞ്ഞ ദമ്പ അഹങ്കാരമൊക്കെ ഹേതുവായി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു. ഏതായാലും തത്വമസി മഹാവാക്യം ഗംഭീരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ ഉദ്ദാലകൻ ശ്വേതകേതുവിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഓരോ ഉദാഹരണം കഴിയുമ്പോഴും ശ്വേതകേതു അച്ഛനോട് പറയണു, ഇനിയും എനിക്ക് പറഞ്ഞു തരൂ ഭഗവാൻ. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദാലകൻ അടുത്ത ഭാണ്ഡം അഴിക്കുന്നു. ഇങ്ങനെ 10 ഖണ്ഡങ്ങൾ നമ്മൾ തീർത്തു. 11ാമത്തെ ഖണ്ഡം ആദ്യത്തെ മന്ത്രം. ഒരു വലിയ മഹാവൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പരീക്ഷണം തന്നെ. ഒരു ബയോളജി ക്ലാസ്സിൽ നമുക്ക് തവളയെ മുറിക്കാനും അതുപോലെ പല മുറിക്കലും ചേർക്കലും സസ്യത്തിൻ്റെ ഇതളുകൾ, പുഷ്പത്തിൻ്റെ ഇതള്, അതിൻ്റെ ഉള്ളിലെ കോശങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ. അതുപോലെ ഒരു ലാബിലേക്കാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ലാബ് ഉണ്ടാക്കിക്കൊണ്ട് ഉദ്ദാലകൻ ശ്വേതകേതുവിനെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. അല്ലെങ്കിൽ അവനെ തന്നെ ഇങ്ങനെ പരീക്ഷണം നടത്താൻ പറയുക. നോക്കാം. 11ാമത്തെ ഖണ്ഡത്തിലെ 1ാമത്തെ മന്ത്രം. അസ്യ സൗമ്യ മഹതോ വൃക്ഷസ്യ യോ മൂലേ അഭ്യാഹന്യാത് ജീവൻ സ്രവേത് യോ മധ്യേ അഭ്യാഹന്യാത് ജീവൻ സ്രവേത് യോ അഗ്രേ അഭ്യഹന്യാത് ജീവൻ സ്രവേത് സ ഏഷ ജീവേന ആത്മാനുപ്രഭൂത പേപീയമാനഃ മോദമാനഃ തിഷ്ഠതി. അസ്യ യത് ഏകാം ശാഖാം ജീവോ ജഹാതി അദസാ ശുഷ്യതി, ദ്വിതീയാം ജഹാതി അദസാ ശുഷ്യതി, തൃതീയാം ജഹാതി അദസാ ശുഷ്യതി, സർവം ജഹാതി സർവം ശുഷ്യതി. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ്? സൗമ്യ മഹതോ വൃക്ഷസ്യ അസ്യ മഹതഃ വൃക്ഷസ്യ. അപ്പോൾ വലിയൊരു വൃക്ഷം അവൻ്റെ മുന്നിലുണ്ട്. അവരൊരു വൃക്ഷച്ചുവട്ടിലായിരിക്കാം. തൊട്ടു മുമ്പ് അനേക നദികൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമൊക്കെ ഒഴുകിയ അങ്ങനെയുള്ള ഏതെങ്കിലും മലമുകളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം. ഇതെല്ലാം സമുദ്രത്തിൽ പോയി ചേരുന്നു. അവിടെ അതിനെന്തില്ല, വേറിട്ട ഒരു അസ്തിത്വമില്ലാതെ സമുദ്രമേവ അഭിയന്തി, സമുദ്രമായി തീരുന്നു. അതുപോലെ അവിടെ തത്ര ന വിവേകം ലഭത്തെ, കീടോ വാ മശകോ വാ മംശോ വാ വരാഹോ വാ വ്യാക്രോ വാ പതംഗോ വാ. ഇങ്ങനെ ആനയാണ്, കടുവയാണ്, പുലിയാണ്, നരിയാണ്, പൂച്ചയാണ്, എലിയാണ്, പെരിച്ചാഴിയാണ്, ഈ വക ഭേദങ്ങളൊന്നുമില്ല. ഏത് സതിസമ്പദ്യമാനെ അതിൻ്റെ കാരണത്തിലിരിക്കുമ്പോൾ. ഏതുപോലെ പല നദികൾ ഒഴുകി സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ വേറിട്ട് ഞാൻ ഇന്ന നദിയാണെന്ന് പറയാൻ പറ്റാത്തതുപോലെ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഉദാഹരണത്തിലേക്ക് വരുന്നു. ഒരു വലിയ വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വൃക്ഷച്ചുവട്ടിലിരുന്നിട്ടാണ് പറയുന്നത്. ആ വൃക്ഷത്തെ കേവലം ഒരു വൃക്ഷത്തിനു ഉപരി അതിനൊരു വിശേഷണം കൂടെ നൽകുക. മഹതഃ വൃക്ഷസ്യ. ആ വൃക്ഷത്തിനൊരു എന്തുണ്ട്? അതൊരു മഹത്തരമായ വൃക്ഷമാണ്, ഒരു മാഹാത്മ്യമേറിയ. അത് കേവലം അതിൻ്റെ മഹതഃ വൃക്ഷസ്യ എന്ന് പറയുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ പ്രാധാന്യമുണ്ട്. അതേതെങ്കിലും വിശേഷപ്പെട്ട ആൽവൃക്ഷമാണെന്നോ അല്ലെങ്കിൽ ഇന്നതാണെന്നോ അല്ല. ഏത് വൃക്ഷം പ്രാധാന്യത്തെ അർഹിക്കുന്നു. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വൃക്ഷം. ദശപുത്രോ സമയേക വൃക്ഷ എന്നാണ്. 10 പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം. നിങ്ങളൊരു വൃക്ഷം വയ്ക്കുന്നുവെങ്കിൽ
അപ്പോൾ ഇവിടെ പറയുന്നത് അസ്യ മഹതഃ വൃക്ഷസ്യ, ഈ വലിയ മഹാവൃക്ഷത്തിൻ്റെ മൂലേ യഹ അഭ്യഹന്യാത്, ഒരുവൻ, നീ, അഭ്യഹന്യാത്, അതിനെ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ, അതിനെ കത്തി കൊണ്ടോ കോടാലി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അതിനെ മുറിവേൽപ്പിക്കുകയാണ് എങ്കിൽ, അതിൽ വെട്ടിയാൽ ജീവൻ സ്രവേത്, അതിൽ നിന്ന് എന്താണ്, ആ ജീവൻ്റെ ലക്ഷണമായിട്ടുള്ള ജീവജലം, നമ്മുടെ കീറിക്കഴിഞ്ഞാൽ രക്തം പുറത്തേക്ക് ഒഴുകും, അതുപോലെ അതിൻ്റെ കറ, അതിൻ്റെ നീര്, അതിനെയാണ് ഇവിടെ ജീവൻ എന്ന് പറഞ്ഞത്. ആ ജീവൻ പുറത്തേക്ക് ഒഴുകുന്നു. അത് തന്നെ യഹ, യാതൊരുവനാണ് മധ്യേ അഭ്യഹന്യാത്, ഇനി അടിയിലല്ല മധ്യഭാഗത്താണ് ഇതേപോലെ മുറിവേൽപ്പിക്കുന്നതെങ്കിലോ അവിടെയും ജീവൻ സ്രവേത്, ജീവൻ സ്രവിക്കും. യഹ അഗ്രേ അഭ്യഹന്യാത്, ഇനി ഏറ്റവും മുകളിൽ പോയിട്ട്, ഏറ്റവും മുകളിൽ, മരത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് ആ തടിയിൽ അല്ലെങ്കിൽ ഒരു കമ്പ് ഒടിച്ചു കഴിഞ്ഞാൽ അതിലെന്താണ്, ഈ ജീവജലം ജീവൻ സ്രവേത്. യഹ അഗ്രേ അഭ്യഹന്യാത് ജീവൻ സ്രവേത് പറയുന്നു. സയ ഏഷ, അങ്ങനെയുള്ള ഈ വൃക്ഷം, അനുപ്രഭൂതഃ, അതെന്താണ്, ആ സദേവ സൗമ്യ അതിൽ നിന്ന് ആവിർഭൂതമായിട്ടുള്ളതാണ്. ഇത്, ഈ വൃക്ഷം പേപീയമാനഃ, നോക്കൂ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. ഒരു വൃക്ഷം നിലകൊള്ളുന്ന ആ ഇതൊക്കെ ഒരു സാമാന്യം പറഞ്ഞു പോണതാ, എന്നാലും എത്രമാത്രം ഈ പ്രപഞ്ചത്തെ നന്നായി നിരീക്ഷണം ചെയ്ത് ആ നിരീക്ഷണ പാടവം ഋഷിക്കുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ ഈ സാധാരണ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വൃക്ഷങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച്, വൃക്ഷങ്ങളുടെ വികാരം പറയുക, ഇവിടെ വികാരത്തെ പറയാൻ പോവുക. അപ്പോൾ പേപീയമാനഃ, അതിങ്ങനെ ജലം പാനം ചെയ്തുകൊണ്ട് അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അതിന് വേണ്ടുന്ന പോഷകവും അതിൻ്റെ ആഹാരമാണ്. പേപീയമാനഃ, വെറും പേപീയമാനഃ മാത്രമല്ല, മോദമാനഃ, മോദിഷ്യഃ, മോദമാനഃ എന്ന് പറഞ്ഞാൽ സന്തോഷവാനായി, സന്തോഷത്തോടുകൂടി തിഷ്ഠതി, സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വൃക്ഷം അങ്ങനെ ദുഃഖിച്ചിരിക്കുകയല്ല, എന്താണത്, സന്തോഷമായിട്ടിരിക്കുക. സന്തോഷം എന്നുള്ളത് ഒരു വികാരമാണ്. അപ്പോൾ വൃക്ഷത്തിൻ്റെ ഒരു വികാരത്തെ ഇവരിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഈ വൃക്ഷം വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് നിൽക്കും. ആരെങ്കിലും ഇതിനെ അടിഭാഗം മുറിവേൽപ്പിച്ചാൽ ജീവൻ പ്രകടമാക്കിക്കൊണ്ട് അത് പുറത്തേക്ക് കറയൊഴുക്കും. മധ്യഭാഗത്തും അതുപോലെ തന്നെ, അഗ്രഭാഗത്തും അങ്ങനെ തന്നെ. ഇത് അതിൽ നിന്ന് ആവിർഭൂതമായതാണ്. ഇനി അതിനെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ പറയുകയാണ്, അസ്യ യദേകാം ശാഖാം ജീവോ ജഹാദി, ഇനി അതിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് ആ ജീവൻ പോയി കഴിഞ്ഞാൽ, അസ്യ ഏകാം ശാഖാം യത് ജീവഹ ജഹാദി, എപ്പോഴാണോ അതിൽ നിന്ന് പോകുന്നത്, അപ്പോൾ പിന്നെ എന്തായി, സാ ശുഷ്യതി, നമുക്കറിയാം അതെന്താണ്, ഉണങ്ങും. ആ ഉണങ്ങിയ കൊമ്പിൽ പോയി നമ്മൾ കയറി നിന്നാലോ നേരെ താഴേക്ക് വീഴും. അത് ഉണങ്ങാതിരിക്കുന്ന സമയമാണെങ്കിലോ, നല്ല പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് അത് എളുപ്പം പൊട്ടില്ല. ഉണങ്ങിയ കൊമ്പുകൾ അതിലെന്തില്ല, ഇപ്പം ജീവനില്ല. ഏകാം ശാഖാം, അതിൽ നിന്ന് ഒരു ശാഖയിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ സാ ശുഷ്യതി, അത് ശോഷിക്കുന്നു, ഉണങ്ങുന്നു. ദ്വിതീയാം ശാഖാം ജഹാദി, രണ്ടാമത് വലിയ ഒരു കൊമ്പിൽ നിന്ന് ഇതേപോലെ ജീവൻ പോയി കഴിഞ്ഞാലോ
അതസാ ശുഷ്യതി, അതും ശോഷിക്കുന്നു. തൃതീയാം ശാഖാം ജഹാതി, മൂന്നാമത്തെ ശാഖയിൽ നിന്നും ഇതുപോലെ ജീവൻ പോയി കഴിഞ്ഞാലോ അതസാ ശുഷ്യതി. സർവം ജഹാതി, വൃക്ഷം തന്നെ തലത്ത് നമ്മൾ കാണുന്നില്ലേ, ഇടിവെട്ടിയതും തെങ്ങൊക്കെ, അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങളൊക്കെ തന്നെ. ചിലപ്പോൾ ചിലർ മനഃപൂർവ്വം വൃക്ഷത്തെ എന്താ പറയുക, ഉണക്കുന്നതിനായിട്ട് ചില കെമിക്കലൊക്കെ, മെർക്കുറി പോലുള്ള കെമിക്കലൊക്കെ ഉപയോഗിക്കും. അത് പൂർണ്ണമായിട്ട് നശിക്കും, അതിന് പൂർണ്ണമായിട്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ പറയണം സർവം ജഹാതി, ആ മരത്തെ പൂർണ്ണമായിട്ട് ആ ജീവൻ വിടുകയാണെങ്കിൽ സർവം ശുഷ്യതി, അത് പൂർണ്ണമായിട്ട് ഉണങ്ങുന്നു, പൂർണ്ണമായിട്ട്. തുടർന്ന് ഏവമേവ ഖലു സൗമ്യ വിദ്ധീതി ഹോവാച ജീവാപേദം വാവ കില ഇദം മ്രിയത്തെ ന ജീവോ മ്രിയത ഇതി സയ ഏഷ അണിമ ഐതദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഇതി ഭൂയ ഏവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സൗമ്യേതി ഹോവാച. ഇത്രയും പറഞ്ഞു ഇവിടെ ഉദ്ധാലകൻ പറയുന്നത് ഏവമേവ ഖലു, ശ്രദ്ധിക്കണേ ഇവിടെ, ഏവമേവ ഖലു, ഇപ്രകാരം തന്നെയാണ്, ജീവാപേദം, ജീവാപേദം ആ ജീവനശക്തി പൂർണ്ണമായി മൃതമായിട്ടുള്ള, ആ ജീവൻ പോയിട്ടുള്ള, ഇതം വാവകില, ഇതിനെ മ്രിയതേ, ഇതെന്താവുന്നത്, ഇവിടെ മരിക്കുന്നത്. പക്ഷേ എന്താണ് മരിക്കുന്നത്, ആ വൃക്ഷമാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോരോ ശാഖയിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ അതശാ ശുഷ്യതി, അതസാ ശുഷ്യതി എന്ന് പറഞ്ഞത്. ഓരോ ശാഖകൾ, ഏകാം ശാഖാം, ദ്വിതീയാം ശാഖാം, തൃതീയാം ശാഖാം. പക്ഷേ ജീവഃ ന മ്രിയത്തെ, ജീവൻ മരിക്കുന്നില്ല. അതാണ് നമ്മൾ വലിയ ഫിലോസഫിക്കലായിട്ട്, അല്ലെങ്കിൽ വലിയ വേദാന്തോ, അല്ലെങ്കിൽ അങ്ങനെ വലിയ നമ്മൾ ചോദ്യം രൂപത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ശരീരത്തിലാണോ ജീവൻ, ജീവനിലാണോ ശരീരം? നമ്മൾ എളുപ്പത്തിൽ ഉത്തരം പറയാൻ എന്താ, ശരീരത്തിലാണ് ജീവൻ എന്ന്. അപ്പോൾ ജീവൻ എന്നത് ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണോ, അതോ ശരീരം ജീവനെ ആശ്രയിച്ചാണോ? അതെ, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയും ശരീരം ജീവനെ ആശ്രയിച്ച് തന്നെയാണ്. കാരണം ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശവമാണ്, പിന്നെ അതിൽ ശിവമില്ല. അതുകൊണ്ടാണ് വള്ളി ഭഗവതി എന്ന് പറയും. ശിവം എന്നുള്ളതിലെ വള്ളി, ഭഗവതി പോയി കഴിഞ്ഞാൽ പിന്നെ ശവം ആണ്. ശിവത്തിൽ നിന്ന് വള്ളി മാറ്റിയാൽ ശവമാണ്. വള്ളി ഭഗവതി അങ്ങനെ, ദേവിക്ക് അങ്ങനെ ശിവശക്തിയാ യുക്തോയം, സൗന്ദര്യലഹരി ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ന പ്രഭവിതും, ഇത് രണ്ടും ചേരാതിരിക്കുമ്പം ഒന്നും ശക്തമല്ല, അതിന് ഇളകാൻ പോലും സ്വയമേവ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യലഹരി ആരംഭിക്കുന്നത്. അപ്പോൾ വൃക്ഷം നശിക്കുന്നു, പക്ഷെ എന്ത് നശിക്കുന്നില്ല, ജീവോ നമ്രിയത്തെ, ജീവൻ മരിക്കുന്നില്ല. വൃക്ഷത്തിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം അങ്ങനെയാണ്, സർവചരാചരങ്ങളിലും കാര്യം അങ്ങനെയാണ്. നാശം എന്തിനാണ്, ശരീരത്തിന്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി, ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പോഴെന്താ പറയുക, സനാതനം എന്ന് പറയുന്ന നിർവചനം വരുന്നത് അവിടെയല്ലേ.
ഗീതയിൽ. അച്ഛേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. അതാണ് സനാതനത്തിൻ്റെ നിർവചനം. അത് അച്ഛേദ്യമാണ്, ഛേദിക്കാൻ പറ്റുന്നതല്ല വാളുകൊണ്ട്. അദാഹ്യം, അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഏതിനെ? ജീവനെ. അച്ഛേദ്യം അദാഹ്യം അക്ലേദ്യം, ജലത്തിന് അതിനെ കുതിർക്കാൻ പറ്റില്ല. അശോഷ്യം, കാറ്റിന് അതിനെ വരട്ടാനൊന്നും പറ്റില്ല. നിത്യം സർവഗതം, അതെന്നും ഉള്ളതാണ്, എല്ലായിടത്തും ഉള്ളതാണ്, മാറ്റമില്ലാത്തതാണ്. അചലോയം, അയം അചലഹ. അപ്പോൾ ജീവഹ ന മ്രിയതേ, ജീവൻ എന്താവുന്നില്ല? മരിക്കുന്നില്ല. ഇത് വിദ്ധി, ഇത് നീ അറിയണം. ഇങ്ങനെ പറഞ്ഞു. ഉവാച, തുടർന്ന് പറഞ്ഞു. തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു. അതാണ് നീ. അപ്പം നിനക്ക് എന്തില്ല? ശരീരം മരിച്ചാലും നീ മരിക്കൂല. ഇതാണ് രമണ മഹർഷിയെ ചിന്തിപ്പിച്ച കാര്യം. നമുക്കുണ്ടല്ലോ, ഞാൻ എന്ന് പറയുന്നത് ശരീരമാണോ വാസ്തവത്തിൽ? അല്ല. ശരീരം ആരുടെയാ? എൻ്റെയാണ് ശരീരം. എൻ്റേത് ഞാനാണോ? എൻ്റെ വാച്ച്, എൻ്റെ കണ്ണാടി, എൻ്റെ കാറ്, എൻ്റെ ലോറി, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ എന്നൊക്കെ പറയും. ഞാൻ ഭാര്യ, ഞാൻ കുട്ടികൾ എന്നൊക്കെയാണോ? അല്ല. എൻ്റെ തല വേദനിക്കുന്നു എന്നല്ലേ പറയാം. ഞാൻ തലവേദനയാണെന്ന് പറയൂ. മറ്റുള്ളവർക്ക് നമ്മളൊരു തലവേദനയാണെങ്കിലും എൻ്റെ തല, എല്ലാം എൻ്റേതാണ്. എൻ്റേത് എന്നിൽ നിന്ന് അന്യവുമാണ്. സിമ്പിൾ ലോജിക്കാണത്. അപ്പം ഞാൻ എന്ന് പറയുന്നതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഔദാര്യത്തിലല്ല അത് നിൽക്കുന്നത്. അതുകൊണ്ട് അത് രമണ മഹർഷി അതാണ് തൻ്റെ മരണത്തെ ഭാവന ചെയ്തു. നമുക്കും ഇതൊക്കെ ഭാവന ചെയ്യുന്നതെന്നല്ല. ആരൊക്കെയാണ് വരുന്നത്, റീത്ത് വയ്ക്കുന്നത്, ആരൊക്കെ റീത്ത് വയ്ക്കും, ആരൊക്കെ വന്നു നോക്കി പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോവും, ആരൊക്കെ അവിടെ നിന്ന് കരയും, ഇതെല്ലാം നമുക്ക് ആലോചിക്കാവുന്നതാണ്. നല്ല രസമായിരിക്കും. എന്നിട്ട് ശവം എടുക്കുന്നത്, ശ്മശാനത്തിൽ കൊണ്ടുവയ്ക്കുന്നത്, തിരിച്ച് വീട്ടിലെത്തുന്നത്, കഴിഞ്ഞ് അവരൊക്കെ അത്യാവശ്യം കരഞ്ഞൊക്കെ ഇരുന്നവർ ചായയൊക്കെ കുടിച്ച് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേന്ന് പിന്നെ അതെല്ലാം ടി വി ഒക്കെ ഓണാക്കി പഴയതിനേക്കാൾ ഉഷാറായി. നമ്മൾ കിടന്ന കട്ടിലിൽ പുതിയ ഒരാൾ കയറി കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് കാണാം വേറിട്ടിട്ട്. നമ്മളെല്ലാറ്റിനും സാക്ഷി. നമുക്ക് എന്തില്ല? മരണമില്ല. ഞാൻ ശരീരത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ജനിച്ച് മരിക്കുന്നവനാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര മരിച്ചിട്ടുണ്ടാവും? ചെറിയ കുട്ടിയായിരുന്ന ഞാൻ, യുവാവായിരുന്ന ഞാൻ, മധ്യാവസ്ഥയെ, വൃദ്ധാവസ്ഥയെ, ഓരോ ഞാൻ. ഈ ഞാൻ എങ്ങനെയാ? പല ഞാനാണോ? അല്ല. ഈ ഞാൻ ഇതിനെയൊക്കെ മാറി എന്ന് കാണുന്നില്ലേ? നമ്മൾ പറയാ ഞാൻ, ഇതാണ് ഞാൻ എന്ന് പറയും. ചെറിയ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ചിട്ട് 10-15 കൊല്ലം 25 കൊല്ലം മുമ്പുള്ള ചെറിയ 30-30 കൊല്ലം 40 കൊല്ലം മുമ്പൊക്കെ ഉള്ള ചെറിയ ഫോട്ടോ, ഇതാ ക്ലാസ്സിലിരുന്ന ഗ്രൂപ്പ് ഫോട്ടോ, ഇതാ ഞാൻ. ഇത് ഞാനെവിടെ, നീ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാ ഞാൻ, ഇതാ.
അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഞാൻ, ഇതാണ് ഞാൻ. അന്നേ ഒരു കള്ളലക്ഷണമൊക്കെ ഉണ്ടല്ലോ. മറ്റുള്ളവരൊക്കെ പറഞ്ഞ് കളിയാക്കും. ആ ഞാൻ എന്ന് പറയുന്ന ആണോ ഇപ്പോൾ ഉള്ളത്? മൊത്തം മാറിയിട്ടുണ്ട്. സകല കോശങ്ങളും അടപടലം മാറിയിട്ടുണ്ട്, മട്ടല് വരെ അല്ലേ. എത്രമാത്രം മാറ്റം വന്നു. അതെന്ന് പറഞ്ഞാൽ നദി ഒഴുകുന്നത് പോലെ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഞാൻ ആയിരുന്നു എന്നാണോ? ഞാൻ ഈ എന്താണ് ബാല്യം, യൗവനം, മദ്യം, വാർദ്ധക്യം, ഇതിലൊന്നും ഞാൻ ഇല്ലാതെ ആകുന്നില്ല. അതുകൊണ്ട് ശ്വേതകേതോ വൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ നിന്ന് ജീവൻ പോകുമ്പം അത് ശോഷിക്കുന്നു, അടുത്തത് ശോഷിക്കുന്നു, മുഴുവൻ ശോഷിക്കുന്നു. പക്ഷേ ജീവോ ന മ്രിയതേ. അതുപോലെ നീയും എന്താകുന്നില്ല? ഇല്ലാതെയാകുന്നില്ല. ഇതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. എന്ത്? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ സർവേ വയമതഃ പരം. ഞാനോ നീയോ ഈ രാജാക്കന്മാരോ നാളെ ഇന്നലെ ഇല്ലാതിരുന്നിട്ടില്ല, നാളെ അതുകൊണ്ട് ഇല്ലാതെ ഇരിക്കുകയുമില്ല. ഇവരെന്താണ്? എന്നും ഉള്ളതാണ്. മറ്റതെന്താ? അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് അത്യന്തം സൂക്ഷ്മമായ അതിനെ സത്യമെന്നറിഞ്ഞാലും അതാണ് ആത്മാവ് മോനെ, അതാണ് നീ. അപ്പം ഇവന് ഒന്നുകൂടെ കേൾക്കണം, അറിയണം എന്നായി. എന്നാ ശരി, അവനോട് ഒരു എക്സ്പെരിമെൻറ്റിന് അവനെക്കൊണ്ട് തന്നെ ഒരു പണി എടുപ്പിക്കുകയാണ് ഉദ്ദാലകൻ. നാളെ വാ എന്ന് പറഞ്ഞു, ശരി എന്നും പറഞ്ഞു. നാളേക്ക് മാറ്റിവെച്ചിരിക്കുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.